ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ മെമ്മറീസ് എന്നുള്ളൊരു വ്ളോഗാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം. അതിന് മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ 5th to 10th വരെ പഠിച്ച എൻ്റെ സ്കൂളെന്ന് പറയുന്നത്. GBHSS ഫോർ ഗേൾസ് നടക്കാം. ഗേൾസ് ഓൺലി ആയിരുന്നു ആക്ച്വലി. ഇതൊക്കെ നമ്മളിതാ ഈ ഒരു എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോയി പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചു, പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഈ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 10th മോഡൽ എക്സാമിൻ്റെ സമയത്ത് ITക്കാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ് റൂമിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ അടിച്ചൊരു ക്ലാസ് റൂം ആയിരുന്നു അതൊക്കെ. മിസ് എന്നെ പറ്റി എന്താ ഒരു അഭിപ്രായം പറയും? അടിപൊളി സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഞാൻ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ആ സ്പോട്ടിൽ മിസ്സിനെ കണ്ടു ചോദിച്ചതാണ്, അല്ലാതെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പൊക്കി പിടിച്ചതൊന്നും അല്ല കേട്ടോ. മെയിൻലി ഈ ക്ലാസ്സസ് ഒക്കെ 10th ആയിട്ട് റിലേറ്റഡ് ആണ്. കാരണം മിഡ് ടേം എക്സാം വരുന്ന സമയത്ത്, അതേപോലെ മോഡൽ എക്സാം വരുന്ന സമയത്തൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ക്ലാസ് റൂം. ഞാൻ 10th ജിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദേ ഈ തറയിലൊക്കെ ഇരുന്ന് മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ വൈകുന്നേരവും ഈ രാവിലെയൊക്കെ ഇരുന്ന് സ്പെഷ്യൽ ക്ലാസ്സും പഠിക്കാനുള്ള ടെൻഷൻസും 10th അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരൂഹത നിറഞ്ഞ ഏരിയാസ് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. PT പീരീഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഈ ഏരിയാസിലൊക്കെ വന്നിരുന്നിട്ട് ഈ പ്രേതകഥകളൊക്കെ പറയും. അതുപോലെ ഈ ബ്ലാഡിമാരിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാൻറ്റീനാണ്. ഈ സ്കൂളിൽ ചെറിയ പോർഷൻസിന് വരെ ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ട്, ഒരുപാട് മെമ്മറീസ് പറയാനുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 5th to 7th വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ ഉടായ്പ് കാണിക്കുന്നത് ഈ ക്യാൻറ്റീൻ ഏരിയ ആയിരുന്നു. കാരണം രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ചേച്ചിമാർക്കാണ് സത്യം പറഞ്ഞാൽ അവിടെ പലഹാരവും അതുപോലെ തന്നെ ഈ പഴംപൊരി ബോണ്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവരാന്ന് പറഞ്ഞ് ടൈയൊക്കെ മാറ്റിയിട്ട് അതൊക്കെ വാങ്ങിക്കാൻ പോകണതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ 5th to 6th വരെ പഠിച്ച ഒരു ക്ലാസ്സസ് ആട്ടോ. 5th A 6th A കരഞ്ഞ് അലമ്പാക്കിയ ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ വരുന്നത്. ലാസ്റ്റായിട്ട് ഞാൻ വന്നത് +1 +2 ആ ഒരു അഡ്മിഷൻ സമയത്ത്. ഇപ്പോൾ 2 years എങ്ങാനും ഞാൻ വന്നത്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ 7th അസംബ്ലി ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്. ഞാൻ പഠിച്ച ക്ലാസ് റൂംസ് ഒക്കെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ആക്ച്വലി. കാരണം ഞങ്ങൾക്ക് 5th A ഉള്ളത് 7th C ഉള്ളത് 8th അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറേ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെ കുറേ ടീച്ചേഴ്സൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്, റിട്ടയർ ആയിട്ടും ട്രാൻസ്ഫർ ആയിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ ചേഞ്ചസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു യൂണിഫോമൊക്കെ കണ്ടപ്പോൾ സങ്കടം വരുന്നുണ്ട്. ഒന്നും കൂടി ഇവിടെ പഠിക്കണം എന്നുള്ളവർ. അത് നമ്മളെ ഒരു കാലമാണല്ലോ അല്ലേ. എന്താ ഞങ്ങളുടെ ഗ്രൗണ്ടാട്ടോ ഇത്. കുറേ സ്റ്റോറീസ് ഉള്ളൊരു ഗ്രൗണ്ടാണ് ഇവിടെയൊക്കെ. കാരണം 5th to 7th വരെ എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ചിത്ര, ആതിര, അനശ്വര. അവരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കുറേയൊക്കെ പ്രേതകഥകളൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ മരത്തിൻ്റെ അടുത്തു നിന്നൊക്കെ പ്രേതം വരും ഭൂതം വരും എന്നൊക്കെ പറഞ്ഞ കാലം മറന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിരുന്നു ഞങ്ങൾ 7th C ഇംഗ്ലീഷ് ദീപ്തി മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 8th ഞങ്ങൾക്ക് ജിജി മിസ് ആയിരുന്നു ക്ലാസ് ടീച്ചർ. പിന്നെ ശ്രീലത മിസ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ആരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ചെറിയൊരു പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നല്ല മിസ്സാവുന്നുണ്ട്. ഞങ്ങളെ സോഷ്യലും മാത്സും ഒക്കെ ചില സമയത്ത് ക്ലാസ്സിൽ ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ മിസ്സുമാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്സൊക്കെ എടുപ്പിക്കാറ്. എല്ലാവരെ കൊണ്ട് ഓരോ പോർഷൻസ് വെച്ച് വായിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു നടക്കാവ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു മെമ്മറബിൾ ആണോ ചോദിച്ചാൽ മെമ്മറബിളാണ്. പിന്നെ 8th 9th ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 10th ആയപ്പോൾ എല്ലാവരും ഷഫിളായി, എല്ലാവരും പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇന്ന് വന്നതാണ്. ഞങ്ങൾക്ക് ലീവൊക്കെ കിട്ടുന്ന ആ ടൈമിൽ ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. 5th to 10th വരെ കേട്ടോ ഞാൻ ഇവിടെ പഠിച്ച. +1 +2 ഒക്കെ ഞാൻ കാരപ്പറമ്പിലാണ്. അപ്പോൾ എന്തായാലും അവിടത്തേക്കൊക്കെ ഞാൻ പോയി എടുക്കും. ഇപ്പോൾ കുറച്ചൊരു ടൈം ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുന്ന് മാത്രം ഒതുക്കുന്നത് വീഡിയോ. പിന്നെ അവിടുത്തെ മക്കളൊക്കെ ഭയങ്കര സൂപ്പറാണ്, എനർജറ്റിക് ആണ്. നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഇവർ കുറച്ചും കൂടെ ഭയങ്കര കമ്പനിയാണ്. നമ്മളൊക്കെ ഉള്ള സമയത്ത് ഇത്ര ടീച്ചേഴ്സിനോടൊന്നും നമ്മളും അത്ര കമ്പനി അല്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് കമ്പനി ആണെങ്കിൽ പോലും 10th ആ ഒരു ക്ലാസ്സസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് കേട്ട ചീത്തകളും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഹായ് പറഞ്ഞാട്ടെ. അപ്പോൾ ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ 9th ക്ലാസ് ആയിരുന്നത് ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ലൈബ്രറി ആയി കുറേ ചേഞ്ചസ് ഇതൊക്കെ വന്നിട്ടുണ്ട്.
ഈ സ്ഥലമാണ് ഞങ്ങളെ ഉച്ചൻ്റെ ശേഷം ഈ ഓറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കൂടുതലായിട്ട് പഠിക്കാറൊക്കെ ഉള്ളത്. ഇവിടെ ഞാൻ പഠിച്ചത് 9th ക്ലാസ്സാണ്. ഈ ഡിവിഷൻ 9th സി എങ്ങാനും ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഡിവിഷൻസ് ഓർമ്മയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കുറേ ആയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ക്ലാസ്സൊക്കെ എനിക്ക് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈബ്രറി കയറിയ സമയത്താണ് കുറച്ച് കുട്ടികൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് അവർക്ക് ഡിസ്ട്രിക്ട് വൈസ് എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഭയങ്കര ടാലൻറ്റഡ് ആട്ടോ അവിടെയുള്ള കുറേ കുട്ടികളൊക്കെ. എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഓരോ കുട്ടികളെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഈ 10th 9th മെമ്മറീസൊക്കെ ശരിക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് 10th ഒപ്പനയ്ക്കാണ് നിന്നിരുന്നത്. പിന്നെ ഞാൻ 9th 8th ഞാൻ അങ്ങനെ വലിയ പ്രോഗ്രാംസിലൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സസ് ഇനിയും തീർന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, നമ്മളെ സ്കൂളിൽ കയറുന്ന ആ എൻട്രൻസ് തന്നെ ഇനിയും ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സസിലാണ് രാവിലെ ഒരു 9 to 10 o'clock വരെ മിഡ് ടേം എക്സാം ഞങ്ങൾക്ക് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ മോഡൽ എക്സാമിൻ്റെ മുന്നേ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഒരു 20 മാർക്സ് 25 മാർക്സിലൊക്കെ ഞങ്ങൾക്ക് ഇടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. അപ്പോൾ ആ എക്സാമൊക്കെ ഇവിടെ നിന്നായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ടീച്ചേഴ്സിനൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ പോയി. അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് വരാൻ നേരത്താണ് ഷുക്കൂർ സാറിനെയും ജലൂഷ് സാറിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരോടൊപ്പം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ബാക്ക് ടു സ്കൂൾ മെമ്മറീസ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഞാൻ പിക്സ് ഉള്ളത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിച്ചതും 5th സ്റ്റാൻഡേർഡ് പഠിച്ചതും ഒക്കെ കുറച്ചൊക്കെ പിക്സ് ഉണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ചെറിയ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈപ്രി ഇംഗ്ലീഷ് മീഡിയം പഠിച്ച സമയത്ത്. ഇപ്പോൾ ആ ചെറിയ ഈ KG സ്കൂളിൽ പഠിച്ച സ്കൂളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവിടെ ക്ലിനിക്സൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് ഞാനതൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും സ്കൂളിൽ വരാൻ പറ്റി, മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.